അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ചതച്ചത് ആഡ് ചെയ്ത് അതിൻ്റെ നിറം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കതിലേക്കൊരു 4 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നീട് നമ്മൾ അതിലേക്ക് 2 വലിയ സവാള അരിഞ്ഞത് ആഡ് ചെയ്ത് ഉപ്പിട്ട് നന്നായി വഴറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമ്മളതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് അരിഞ്ഞത് ആഡ് ചെയ്യുന്നത്. അതിനെ നമ്മളൊന്ന് ഉടച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാല ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ മസാലയായി ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ കൂടുതലായിട്ട് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് കുറച്ച് ഗരം മസാലയും ചിക്കൻ മസാലയാണ്. എന്നിട്ട് അത് നമ്മൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമ്മൾ ഇവിടെ 5 മുട്ടയാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആ 5 മുട്ടയുടെയും മഞ്ഞയാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം മഞ്ഞ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യുക. അപ്പം നേരത്തെ കളറിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു കളർ വ്യത്യാസം വന്നില്ലേ. എന്നിട്ട് നമ്മൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മുട്ട ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അത്രയും മതിയാകും. അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിള വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് തുടങ്ങിയിട്ടാകുമ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണോ ഒന്ന് ചെക്ക് ചെയ്ത് ഇനി എന്തെങ്കിലും മസാല നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസിപ്പി. വളരെ സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. അപ്പോൾ ഓക്കെ, ബൈ.